യുദ്ധം നിർത്തിയെന്ന വാർത്ത പുറത്തുവന്നതോടെ സമാധാനം എത്തിയെന്ന് ലോകം കരുതിയിരിക്കുമ്പോൾ ഇസ്രായേലിന്റെ രാഷ്ട്രീയവേദിയിൽ പൊട്ടിത്തെറിച്ചത് മറ്റൊരു സംഘർഷമായിരുന്നു. വെടിനിർത്തൽ കരാർ ഒരു വശത്ത് ആശ്വാസമായി മാറിയപ്പോൾ മറുവശത്ത് അതുതന്നെ ഇസ്രായേലിനുള്ളിൽ വലിയ രാഷ്ട്രീയ ചുഴലിയായി ഉയർന്നു. ചർച്ചകളുടെ മേശയിൽ സ്വന്തം രാജ്യത്തിന് സ്ഥാനം പോലും ലഭിക്കാതിരുന്നത് ഒരു നയതന്ത്ര പരാജയമല്ല, മറിച്ച് ദേശീയ അപമാനമാണെന്ന തരത്തിൽ പ്രതിപക്ഷം പ്രതികരിച്ചു. ഈ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തെ നേരിട്ട് ചോദ്യം ചെയ്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് യെയർ ലാപിഡ് രംഗത്തെത്തിയത് വെടിനിർത്തലിനേക്കാൾ വലിയ രാഷ്ട്രീയ പോരാട്ടത്തിനാണ് തുടക്കമിട്ടിരിക്കുന്നത്. ഇതിനിടെ ഇറാനെതിരായ ആക്രമണങ്ങൾ 2 ആഴ്ചത്തേക്ക് നിർത്തിവെക്കാനുള്ള അമേരിക്കയുടെ തീരുമാനത്തെ നെതന്യാഹു സ്വാഗതം ചെയ്തുവെങ്കിലും ഈ വെടിനിർത്തൽ ലെബനനിൽ ബാധകമല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച അദ്ദേഹം വരാനിരിക്കുന്ന ചർച്ചകളിൽ ഇസ്രായേലിന്റെ സുരക്ഷാ താൽപര്യങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്ന വിശ്വാസം പ്രകടിപ്പിച്ചു. പാകിസ്ഥാനിലാണ് അടുത്തഘട്ട ചർച്ചകൾ നടക്കുന്നത്. അതേസമയം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് മേഖലയിൽ സമഗ്ര വെടിനിർത്തൽ നടപ്പിലാക്കിയെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും ലെബനനിൽ സൈനിക നടപടി തുടരുമെന്ന ഇസ്രായേലിന്റെ നിലപാട് ആശങ്കകൾ ഉയർത്തുകയാണ്. സമാധാന ശ്രമങ്ങൾ ശക്തമാകുന്നതിനിടയിൽ ഈ വ്യത്യസ്ത സമീപനം ഭാവി ചർച്ചകളിൽ എന്ത് സ്വാധീനം ചെലുത്തുമെന്നാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ഇറാൻ മുന്നോട്ട് വെച്ച 10 നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വെടിനിർത്തൽ നിലവിൽ വന്നത്. ആക്രമണം നിർത്തിയാൽ 2 ആഴ്ച തിരിച്ചടികൾ ഒഴിവാക്കാമെന്ന വ്യവസ്ഥയോടാണ് കരാർ. എന്നാൽ ലംഘനം സംഭവിച്ചാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിനാൽ ഈ വെടിനിർത്തൽ താൽക്കാലിക ആശ്വാസമായിരിക്കുമ്പോഴും മേഖലയിൽ സംഘർഷം പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം.